ഒന്നിക്കലും വേർപിരിയലും എന്നെ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആദ്യത്തേതിൻ്റെ മാധുര്യവും രണ്ടാമത്തേതിൻ്റെ സങ്കടവും രണ്ടായി തന്നെ നിൽക്കട്ടെ. ആദ്യത്തേത് മാത്രം നമുക്ക് ഓർമ്മിച്ചാൽ മതി. ഈ വരികൾ എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ പറഞ്ഞ ഒന്നിക്കലും വേർപിരിയലും നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും തമ്മിലാവാം, രണ്ട് ഇഷ്ടപ്പെട്ടവർ തമ്മിലാവാം, നിങ്ങളുടെ അടുത്തൊരു കുടുംബ ബന്ധുവോ മറ്റാരെങ്കിലും ഒക്കെ ആവാം. ഒരിക്കൽ എന്ന പുസ്തകം ഈ അടുത്ത് കേട്ട് തുടങ്ങിയതാണെങ്കിലും ഇതൊരു പുതിയ പുസ്തകമല്ല. ഇത് 1999 എൻ മോഹനൻ എഴുതിയ പുസ്തകമാണ്. ആ ഒരു വർഷം തന്നെയാണ് എഴുത്തുകാരൻ മരണപ്പെടുന്നതും. വെറും 112 പേജ് മാത്രമുള്ള ഒരു ചെറിയ ബുക്കാണ് ഒരിക്കൽ. ബിഗിനേഴ്സിന് പറ്റിയ ബുക്കാണോ എന്ന് പറയാം, കഥയെക്കുറിച്ച് പറയാം, അതിനൊക്കെ മുമ്പ് എഴുത്തുകാരനെ കുറിച്ച് പറയാം. മോഹനൻ ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കാൻ ആളുടെ അമ്മയുടെ പേര് മാത്രം കേട്ടാൽ മതി. ലളിതാംബിക അന്തർജനത്തിന്റെ മകനാണ് എൻ മോഹനൻ. കവി ONV, സംവിധായകനും ഗായകനുമായ രാമചന്ദ്രൻ തുടങ്ങിയവരാണ് സുഹൃത്തുക്കൾ. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഇതൊരു ആത്മകഥാ നോവലാണ്. എഴുത്തുകാരന് ഇത് എഴുതാനുണ്ടായ സാഹചര്യം തുടക്കത്തിൽ നിങ്ങൾക്കൊരു കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. സുഹൃത്തെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയെ പറ്റി എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്ന് മലയാള മനോരമയിലെ ജോസ് പനച്ചിപ്പുറവും ജോണി ലൂക്കോസും കൂടി എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ അപ്പോൾ ആലോചിച്ചു നോക്കി, ആരാണ് ആ സ്ത്രീ? അമ്മയാണോ? ഭാര്യയാണോ? പക്ഷെ ഇവരെ രണ്ടു പേരെ കുറിച്ചുമല്ല നോവലിൽ പറയുന്നത്. ഭാര്യയ്ക്ക് മുമ്പ് കോളേജ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രണയത്തെ കുറിച്ചാണ്. ആളുടെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല എഴുത്തുകാരൻ. മറ്റേത് പ്രണയകഥ പോലെ തുടങ്ങി പിന്നീട് അങ്ങ് രസകരമാക്കി തീർക്കുകയാണ്. വെറും 112 പേജ് മാത്രമല്ല, അതിൽ തന്നെ 10ഓളം പേജ് ചിത്രങ്ങളാണ്. വളരെ കൺസൈസ് ആയിട്ട്, ഒട്ടും വലിച്ചു നീട്ടാണ്ട്, വായനക്കാരനെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഒരിക്കൽ. ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് വായിച്ച് തീർക്കാൻ പറ്റിയ പുസ്തകമാണ്. ഒരു പഴയകാല സിനിമ കണ്ടതുപോലെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, എന്നിട്ട് ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. ഓരോ ഭാഗത്തിനും അത് അർഹിക്കുന്ന നീളമേ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നതാണ് ഞാൻ പുസ്തകത്തിൽ കണ്ട വലിയൊരു പോസിറ്റീവ്. എഴുത്തുകാരനും ഇതിലെ സ്ത്രീയും കണ്ടുമുട്ടാനുണ്ടാകുന്ന സാഹചര്യം വളരെ കോമഡിയാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ പിന്നീട് കാണുമ്പോൾ അതൊക്കെ പറഞ്ഞ് തമാശ രൂപത്തിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ പ്രണയിച്ച ആളെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമാക്കുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കഥ. മോഹനൻ ഒരാളെ ആശുപത്രി കാണാൻ പോയി നല്ല ടൂക്കുന്നുണ്ട്. അയാൾ അർഹിക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് വിചാരിച്ച് കാണും ഇയാൾ എന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ന്. ആ രീതിയിൽ, ആ ഒരു അവസ്ഥയിലാക്കി കൊടുത്തിട്ടുണ്ട്. ആരെയാണ് കളിയാക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആവണ്ടെന്ന് വെച്ചിട്ടാണ് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചുരുങ്ങിയ രീതിയിൽ പറയുന്നത്. ഇതിലെ താരമെന്നൊക്കെ വിളിക്കാവുന്ന ആൾ മോഹനൻ പ്രണയിച്ച പെണ്ണല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പുള്ളിക്കാരി വരുന്നുള്ളൂ, ചില സ്ഥലത്തൊക്കെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഉള്ള സ്ഥലത്തൊക്കെ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. പുള്ളിക്കാരി ശരിക്കും എന്താണ് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ആളൊരു മിസ്റ്ററിയാണ്. ഓരോ തവണ മെൻഷൻ ചെയ്യുമ്പോഴും എനിക്ക് ആളോടുള്ള മതിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ദിവസം പബ്ലിഷ് ചെയ്യാൻ പോലും കാരണം ആളുടെ ഭാര്യയാണ്. ഭാര്യയിൽ നിന്ന് പെർമിഷൻ കിട്ടിയതുകൊണ്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയും ഭാര്യമാരും ഉണ്ടെന്ന് മനസ്സിലായത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. ഇതൊരു ആത്മകഥയാണെങ്കിൽ കൂടി എഴുത്തുകാരൻ പലയിടത്തും തന്നെ ഞാനെന്ന് വിളിക്കേണ്ട അടുത്ത് അയാളെന്നൊക്കെ വിളിക്കുന്നുണ്ട്. മറ്റാർക്കും ഉണ്ടായ ഒരു അനുഭവ കഥ പോലെ, തനിക്കുണ്ടായ ദുരനുഭവം അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ. ബുക്കിൽ നിന്ന് ഒരുപാട് നല്ല നല്ല കോട്സ് കിട്ടി. ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കോട്ട് പോലെ ഞാൻ വേറൊരു കോട്ട് വായിക്കാം. കാര്യങ്ങൾ തന്നെയാണ് കുറെ കഴിയുമ്പോൾ കഥകളാകുന്നത്. കാര്യങ്ങൾ തന്നെയാണ് കുറെ കഴിയുമ്പോൾ കഥകളാകുന്നത്. ശരിയാണല്ലേ? ഇന്നലകളിൽ നമുക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഇന്ന് നമുക്ക് കഥകളാണ് അല്ലേ? ഇന്ന് നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ ഒരു കഥ പോലെയാണ് നമ്മൾ പറയാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എഴുത്തുകാരൻ തന്നെ വിശേഷിപ്പിക്കാൻ അയാളെന്ന വാക്ക് ഉപയോഗിച്ചത്. പണ്ട് തനിക്കുണ്ടായിരുന്ന അനുഭവം ഒരു കഥ പോലെ ഇപ്പോൾ എഴുത്തുകാരൻ തോന്നുന്നുണ്ടാവാം. ഒരു നല്ലൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയൂലേ, ഇതാ മോനെ ഞാനൊരു ബുക്ക് വായിച്ചടേ. ആ ഒരു ഫീലാണ് ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഈ ബുക്കിന് കൊടുക്കാൻ പറ്റിയ ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. യോജിച്ച ടൈറ്റിലാണ്, ദ ബെസ്റ്റ് ടൈറ്റിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മനോരമ ആഴ്ച പതിപ്പിലെ രാഗങ്ങൾക്കൊരു കാലം എന്ന പേരിലാണ് ആദ്യമായിട്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കൽ എന്ന പേരിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഒരിക്കൽ എന്ന പേരിന്റെ അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറൊരു പേര് ഈ ബുക്കിന് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എഴുത്തുകാരന്റെ എളിമ ശ്രദ്ധേയമാണ്. ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എത്രത്തോളം ഹമ്പിൾ ആണെന്ന് നോക്കൂ. ഇത് വായിക്കുന്ന അജ്ഞാത സുഹൃത്തെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിനുള്ള ക്രെഡിറ്റ് മലയാള മനോരമയിലെ ജോസ് പനിച്ചിപ്പുറത്തിനും ജോണി ലൂക്കോസിനും നൽകുക. അവരുടെ നിർബന്ധമില്ലായിരുന്നുവെങ്കിൽ ഇത് എഴുതപ്പെടുമായിരുന്നില്ല. മറിച്ച് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്റെ കഴിവുകേടാണെന്ന് കരുതി മാപ്പാക്കുക. അതുപോലെ വേറൊരു സ്ഥലത്ത്, ഞാൻ വെറും ഒരു കഥാകൃത്ത് മാത്രമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ വിദ്യാഭ്യാസം നേടി
വെറും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾ. എന്റെ ചിന്തയും പ്രവൃത്തിയും ഒന്നും വിശുദ്ധമോ ദിവ്യമോ അല്ല. അസൂയ തോന്നിക്കുന്ന ഒന്നും എന്നിലില്ല. മരണത്തോടൊപ്പമോ അതിനു മുമ്പ് തന്നെയോ ഞാനും മറക്കപ്പെടും. ഈ അവസാനം പറഞ്ഞത് എത്രത്തോളം ഐറോണിക്കലാണെന്ന് നോക്കൂ. മോനേട്ടാ, നിങ്ങൾ പുനർജനിച്ചിരിക്കുകയാണ്. മരണപ്പെട്ട് 24-25 വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഇന്നും നിങ്ങളെ വായിക്കുന്നു, അംഗീകരിക്കുന്നു. ഞാനിത് വാങ്ങിയത് 140 രൂപക്കാണ്. 130-150 രൂപക്കൊക്കെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സൈറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന് വെറും 100 രൂപയിൽ താഴെ മാത്രമേ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എങ്ങനെ വില കൂടി ഇപ്പോൾ എന്നല്ലേ? ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുള്ളത് ബുക്കിന്റെ 30ാമത്തെ എഡിഷൻ ആണ്. ഇതിൽ കുറച്ച് പിക്ചേഴ്സ് ഇൻക്ലൂഡ് ആക്കി, ഇതിന്റെ പേജ് എണ്ണം കൂട്ടി, പ്രൈസും അങ്ങ് കൂട്ടി. എങ്ങനെ ഒരു വായനക്കാരന്റെ കയ്യിൽ നിന്ന് മാക്സിമം പൈസ ഊറ്റാമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് DC ബുക്സ്. എന്നിട്ട് ബുക്കിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ചില പിക്ചേഴ്സ് ബുക്കിൽ ഒട്ടും അനിവാര്യമില്ലാത്തതാണ്. എന്നാൽ ആ ചിത്രം അർഹിക്കുന്ന സ്ഥലത്ത് വെക്കാനെങ്കിലും ചെയ്യില്ലേ? ഒരു ഉദാഹരണത്തിന്, ഒരാളെ കാറിലേക്ക് ആക്കി കൊടുക്കുന്ന ചിത്രം, അത് ആ ഭാഗം കഴിഞ്ഞ് 2-3 പേജ് കഴിഞ്ഞ് വേറൊരു പാർട്ടിലാണ് വെച്ചിട്ടുള്ളത്. ചിത്രങ്ങളൊന്നും ഒരു തരത്തിലും എൻ്റെ വായനയെ സഹായിച്ചിട്ടില്ല. 150 വലിയ പ്രൈസ് ഒന്നുമല്ല, പക്ഷേ ഇതിനത്രയൊന്നും വരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റാം കെയർ ഓഫ് ആനന്ദി, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് തുടങ്ങിയ ഈ അടുത്ത് പബ്ലിഷ് ചെയ്ത ബുക്കിനൊക്കെ 300-400 രൂപ വിലയാണ്. ഇത് ഒരുപാട് പേജൊന്നും ഉണ്ടായിട്ടല്ല, 200-300 പേജൊക്കെ ഈ ബുക്കിലുള്ളൂ. ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ എങ്ങനെയാണ് ആളുകൾ ബുക്സ് ഒക്കെ വാങ്ങിക്കുക? ആർക്ക് വേണം ബുക്സ് ഒക്കെ? 300-400 രൂപക്ക് 1-2 മാസത്തെ ഫോൺ റീചാർജ് ചെയ്താൽ പോരെ? മലയാള ബുക്സിനൊക്കെ ഇതുപോലെ വായി തോന്നിയ പ്രൈസും പിന്നെ ബുക്കൊന്നും ആരും വാങ്ങിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഇത്ര പ്രൈസ് ഒക്കെ കൊടുത്ത് പ്രീമിയം ക്വാളിറ്റി നമ്മൾ കരുതുന്ന സാധനത്തിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ പേജ് ചളിങ്ങിയിരിക്കുക. ഇതുപോലെ വേറെയും കുറെ പേജസ് ഉണ്ട് ഈ ബുക്കിൽ. ഇത് ഈ ബുക്കിന്റെ മാത്രം പ്രശ്നമല്ല, DC ബുക്ക് പബ്ലിഷ് ചെയ്ത എല്ലാ പുസ്തകത്തിനും ഈ പ്രശ്നമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതാ, ഇത് റാം കെയർ ഓഫ് ആനന്ദി. ഇതിൽ ഇതാ, ഇവിടെ കണ്ടോ, ഇത് ജോസഫ് അന്നംകുട്ടിയുടെ ബെരിയഡ് തോട്ട്സ്. ഇതാ കണ്ടോ, ഇതെല്ലാം DC ബുക്സ് പബ്ലിഷ് ചെയ്തതാ. എന്നെ ഡിഗ്രിക്ക് പഠിക്കാനുണ്ടായിരുന്ന മലയാള പുസ്തകവും DC ബുക്സ് പബ്ലിഷ് ചെയ്തതാ. അതിലും ഇതേ പ്രശ്നമുണ്ട്. പ്രൊഡക്റ്റ് ഒരു ബുക്കാണ്, അപ്പൊ നമുക്ക് ഇതൊക്കെ തന്നെ നോക്കാനുള്ളൂ. കവർ ഡിസൈൻ, പേജ് ക്വാളിറ്റി, ഇങ്ക് ക്വാളിറ്റി, കൊള്ളലാഭം ഉണ്ടാക്കുന്ന പോരാഞ്ഞിട്ട് സാധനം നല്ല നിലക്ക് തരാൻ വയ്യ. ഇത് വലിയ പ്രശ്നമല്ല, ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. എല്ലാത്തിനും ഈ പ്രശ്നമുണ്ടേ. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇത് ബിഗിനേഴ്സിന് പറ്റിയ ബുക്കാണോ? അല്ല. ആനന്ദലബ്ധി, ആപൽക്കരമായ സാഹസികത, സാത്വിക ആർദ്രത തുടങ്ങിയ ക്ലേശകരമായ ബുദ്ധിമുട്ടേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിഗിനേഴ്സ് ഇത് വെച്ച് തുടങ്ങണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് പറ്റിയ ബുക്ക് ഇതാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. 300 പേജുണ്ട്. പിന്നെ പ്രൈസ് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് എന്താണെന്ന് വെച്ച് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും.